ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. പറഞ്ഞേ, നമസ്കാരം. ടീച്ചറിനെയും ഈ ബോർഡും കൂടെ കാണുമ്പോൾ ആകെ പേടിയാവുക അല്ലേ? ഇന്നത്തെ ദിവസം എന്തോരം കാര്യങ്ങളാണ് ടീച്ചർ രണ്ട് വശത്തും എഴുതിയിരിക്കണം അല്ലേ? അല്ലേ? ഒത്തിരി അക്ഷരങ്ങൾ എഴുതിയിട്ടില്ലേ ടീച്ചർ? ഇല്ലേ? കാണുന്നില്ലേ? ഒരുപാട് അക്ഷരങ്ങൾ എഴുതിയിട്ടുണ്ടല്ലേ? പഠിച്ച എല്ലാ അക്ഷരങ്ങളും, ഒട്ടുമിക്ക അക്ഷരങ്ങളും ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇനി എന്ത് ചെയ്യാനാ ടീച്ചർ അല്ലേ? എന്താണാവോ ടീച്ചർ ഉദ്ദേശിക്കുന്നത് അല്ലേ? പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ചെറിയൊരു കാര്യം, വളരെ കുഞ്ഞൊരു കാര്യം പഠിപ്പിക്കാനാണ് ഇന്ന് ടീച്ചർ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ചു ഇല്ലേ? സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ ചിഹ്നങ്ങൾ? ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഓ, ഔ, അം അല്ലേ? നമ്മൾ ഈ ചിഹ്നങ്ങൾ പഠിച്ചു. ഇത് സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ്. എന്തിൻ്റെയാണ്? സ്വരങ്ങൾ അല്ലേ? ആ, ആ, ഇ, ഈ, ഉ, ഊ, അതിൻ്റെ അല്ലേ? നമ്മൾ പഠിച്ച സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ് ഇത്. മനസ്സിലായോ? യെസ്. ഇനി ഈ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത്, ഇത് കൂടാതെ ഈ ചിഹ്നങ്ങൾ അല്ലേ? ആ മുതൽ ആ വരെയുള്ള ചിഹ്നങ്ങൾ കൂടാതെ വേറെ കുറച്ച് ചിഹ്നങ്ങളും കൂടി ഉണ്ട്. അതില് ഒരു ചിഹ്നം ഇപ്പൊ ടീച്ചർ പഠിപ്പിക്കാം, ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാം. അതിനാണ് ടീച്ചർ ഈ അക്ഷരങ്ങളൊക്കെ രണ്ട് വശങ്ങളിലായിട്ട് എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? പേടിക്കൊന്നും വേണ്ട. ഇത്രയും അക്ഷരങ്ങൾ വീണ്ടും പുതിയ വാക്ക് വന്നാൽ ഞങ്ങൾ എങ്ങനെ പഠിക്കും ടീച്ചറേന്ന് കൺഫ്യൂഷൻ വേണ്ട. എന്താണാവോ ടീച്ചർ ചെയ്യാൻ പോണെന്നോർത്ത് ടെൻഷൻ വേണ്ട. നമ്മൾ പഠിച്ചത് ഇത്രയും സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങളാണ്. ഇത് കൂടാതെ വേറെ കുറച്ച് ചിഹ്നങ്ങളും കൂടെ ഉണ്ട്. അത് ടീച്ചർ ഓരോ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു തരാം. അക്ഷരങ്ങൾ ഉദാഹരണമായിട്ട് ഇതുപോലെ ഓരോ അക്ഷരങ്ങൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് നമുക്ക് ആ ചിഹ്നങ്ങൾ പഠിക്കാം. അപ്പൊ കിട്ടും. ഓക്കെ, നോക്കുക. ഇന്നിപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്ന, ടീച്ചർ പറഞ്ഞില്ലേ വേറെ കുറച്ച് ചിഹ്നങ്ങളുണ്ടെന്ന്, അതില് വേറൊരു ചിഹ്നം, ഒരു ചിഹ്നം അല്ലേ? വേറെ കുറച്ച് ചിഹ്നങ്ങൾ ഉള്ളതില് ഒരെണ്ണം നമുക്ക് എടുക്കാം. ഒരെണ്ണം നോക്കിക്കോട്ടാ, എളുപ്പമാണ്. ആ ചിഹ്നം എഴുതുന്നത് എങ്ങനെയാന്ന് നോക്കിക്കോ. കണ്ട, ഇങ്ങനെയാണ് ആ ചിഹ്നം എഴുതുന്നത്. കിട്ടിയോ? അല്ലേ? ആകാശത്ത് ചന്ദ്രൻ എങ്ങനെ ഇരിക്കണേ അല്ലേ? ശരിക്കും ഒരു വട്ടത്തിലിരിക്കണേ അല്ലേ? അതിന്റെ പകുതി വരുമ്പോ എങ്ങനെ വരും? അതിന്റെ പകുതി വരുമ്പോ എങ്ങനെ വരും അല്ലേ? ഹാഫായിട്ട് വരുമ്പോ ഇങ്ങനെയല്ലേ വരണേ? അതുപോലെയല്ലേ ഇരിക്കണേ? നോക്കിയേ, അതുപോലെയല്ലേ ഇരിക്കണേ അല്ലേ? അങ്ങനെയല്ലേ ഇതിരിക്കണേ? ഇത് വലുതായിട്ട് വന്നു എന്ന് മാത്രം. പക്ഷെ ഷേപ്പ് എങ്ങനെയാ? ഇങ്ങനെ തന്നെയല്ലേ അല്ലേ? നമ്മളിത് ഇങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും എന്താണ്, വലുതും ചെറുതുമായിട്ട് നമ്മൾ എഴുതി, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് അല്ലേ ഇങ്ങനെ തന്നെയാണ് അല്ലേ? ഇത് നമുക്ക് വലുതായി, വലിയ ബുക്കിൽ വരുമ്പോ വലുതായിട്ട് എഴുതാം, ചെറുതിൽ വരുമ്പോ ചെറുതായിട്ട് എഴുതാം. മനസ്സിലായോ? അപ്പൊ ഈ ചിഹ്നമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നോക്കിയേ, കണ്ട ചിഹ്നം കണ്ട? ഈ ചിഹ്നമാണ് പഠിക്കാൻ പോകുന്നത്. കുഞ്ഞു ചിഹ്നമാണ്.
ഇതെങ്ങനെയാ പറയണേന്ന് അറിയോ? ഈ ചിഹ്നത്തിനൊരു പേരുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ചിഹ്നം നമ്മൾ എന്ത് പേരിലാ പറഞ്ഞത്? അനുസ്വാരം. എന്താണ്? അനുസ്വാരം, അല്ലേ? അപ്പോ ഈ ചിഹ്നം നമ്മൾ എന്ത് പേരിലാ പറഞ്ഞത്? വിസർഗം. എന്താണ്? വിസർഗം, അല്ലേ? അപ്പൊ ഓരോ ചിഹ്നത്തിനും ഓരോ പേരുണ്ട്, അല്ലേ? അപ്പൊ നമ്മുടെ ഇന്ന് പഠിക്കാൻ പോകുന്ന ഈ ചിഹ്നത്തിന് ഒരു പേരുണ്ട്. എന്താണ്? ടീച്ചർ പറഞ്ഞു എന്തിന്റെ ഷേപ്പിലിരിക്കണേ? എന്തിന്റെ ഷേപ്പിലതിരിക്കണേ? ആകാശത്ത് രാത്രിയിൽ വരുന്നത് ആരാ? രാത്രിയിൽ നമുക്ക് ആകാശത്ത് കാണാൻ പറ്റുന്നത് ആരാ? മൂണാണ്, അല്ലേ? ചന്ദ്രൻ. മൂൺ എന്ന് പറഞ്ഞ മലയാളം ചന്ദ്രൻ, അല്ലേ? ചന്ദ്രനെയാണ് കാണാൻ പറ്റുന്നത്, അല്ലേ? ചന്ദ്രനെ നമുക്ക് ഇങ്ങനെ വട്ടത്തിലും കാണാം, പിന്നെ എങ്ങനെയാ? ഇങ്ങനെ പകുതിയായിട്ടും കാണാം, അല്ലേ? അപ്പൊ നമുക്കിപ്പോ പകുതിയായിട്ട് കാണുന്ന ചന്ദ്രനെ നമുക്ക് ഓർക്കാം. അപ്പൊ നോക്കി, പകുതിയായിട്ട് കാണുന്ന ചന്ദ്രൻ, അല്ലേ? ഇതേപോലെയല്ലേ ചന്ദ്രൻ ഇരിക്കണത്? പകുതിയായിട്ട് ചില ദിവസങ്ങളില്, അല്ലേ? അപ്പൊ ഇതിനെ പറയുന്ന പേരാണ്, ഈ ചിഹ്നത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ശ്രദ്ധിച്ചു കേൾക്കുക. ചന്ദ്രക്കല. ചന്ദ്രക്കല. ചന്ദ്രക്കല എന്ന് പറഞ്ഞേ. ചന്ദ്രക്കല പറഞ്ഞേ. മുകളില് ചന്ദ്രൻ, അല്ലേ? ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ തേങ്ങാപ്പൂള് പോലെ ഇരിക്കും, അല്ലേ? പകുതിയായിട്ടിരിക്കും. അപ്പൊ ആ ഷേപ്പിൽ അങ്ങനെ വരുന്നത് കൊണ്ട് എന്താ ഇതിന് പറയണേ? നമ്മള് ഈ ചിഹ്നത്തിന് എന്താ പറയണേ? ചന്ദ്രക്കല എന്ന് പറഞ്ഞേ. ചന്ദ്രകല. ഇനി മറക്കോ ഇനി? ഇല്ല. എന്താണ് ഈ ചിഹ്നത്തിന് പറയുന്ന പേര്? ചന്ദ്രക്കല എന്ന് പറഞ്ഞേ. ചന്ദ്രക്കല. കിട്ടിയോ? ഇനി ഇത് ഈ ചന്ദ്രക്കല എന്ന് പറയുന്ന ഈ ചിഹ്നം എങ്ങനെയാണ് ഉച്ചരിക്കുന്നത് അതറിയണ്ടേ? ഈ ചിഹ്നം എന്താണ്? ചന്ദ്രക്കലയാണ്, അത് നമ്മൾ പഠിച്ചു. ഇനി ഇതെങ്ങനെയാ പ്രൊനൗൺസ് ചെയ്യണത്? എങ്ങനെയാ ഉച്ചരിക്കുന്നത്? പഠിക്കണ്ടേ? എങ്ങനെയാ? എന്നാണ് നമ്മൾ ഇതിനെ ഉച്ചരിക്കുന്നത്. എന്ന് പറഞ്ഞേ. പറഞ്ഞേ. പറ. കണ്ടാ? ചന്ദ്രക്കല എന്ന് പറയുന്ന ഈ ചിഹ്നം, എന്താണ് ഈ ചിഹ്നത്തിന്റെ പേര്? ചന്ദ്രക്കല. ഒന്നുകൂടെ പറഞ്ഞു ഉറപ്പിക്കുക, മറന്നു പോവരുത്. ചന്ദ്രക്കല. എന്താണ്? ചന്ദ്രക്കല. അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഓക്കെ, കിട്ടിയോ? ഇനി എന്താ ചെയ്യാൻ പോണേ നമ്മള്? ഈ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങളൊക്കെ ചേർത്ത് ഈ ചിഹ്നത്തോട് നമ്മള് ജോയിൻ ചെയ്യാണ്. എന്നിട്ട് എങ്ങനെ ഉച്ചരിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മള് എന്താ ചെയ്തത്? താ എഴുതിയിട്ട് തീ എഴുതി. അപ്പൊ എന്തായി? താ എഴുതിയിട്ട് ഈടെ ചിഹ്നം ഇട്ടു, അപ്പൊ തീ. താ എഴുതിയിട്ട് ഊന്റെ ചിഹ്നം ഇട്ടു, അപ്പൊ എന്തായി? തൂ, അല്ലേ? വാ എഴുതിയിട്ട് ഈടെ ചിഹ്നം ഇട്ടു, അപ്പൊ എന്തായി? വി. കണ്ടാ? അപ്പൊ അതേപോലെ തന്നെ നമ്മള് എന്ത് ചെയ്യും? ചന്ദ്രക്കല, അതായത് എന്ന് പറഞ്ഞ് എന്ന് പ്രൊനൗൺസ് ചെയ്യുന്ന ഈ ചിഹ്നം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഓരോ അക്ഷരങ്ങളും എഴുതാൻ പോവാണ്. എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ നോക്കാം. നമുക്ക് ആദ്യം താ എടുക്കാം. താ, കണ്ട? താ താ എഴുതി
ഇ മുകളിലാണ് എഴുതുന്നത് കേട്ടാ. ഒരക്ഷരത്തിന്റെ മുകൾ ഭാഗത്താണ്, മേലെയാണ് നമ്മള് ഈ ചിഹ്നം ചന്ദ്രക്കല നമ്മൾ എഴുതുന്നത് അല്ലെ. റൈറ്റ് സൈഡില് മേലെയായിട്ട്. കണ്ടോ, റൈറ്റ് സൈഡില് മേലെയായിട്ടാണ് നമ്മൾ ഇത് എഴുതുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ അക്ഷരം നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്? ത ഇ. അപ്പൊ എങ്ങനെ വരും? ത്. എന്താണ്? ത് എന്ന് പറഞ്ഞേ. ത്. കണ്ടോ? ഇനി ഓരോ അക്ഷരത്തോടും ഇ എന്ന് പറയുന്ന ചന്ദ്രക്കല എന്ന ഈ ചിഹ്നം ചേർക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പൊ ത ഇ നമ്മൾ എന്ത് ചെയ്തു? ത്. ത് എന്ന് പഠിച്ചു അല്ലേ. അടുത്തത് നോക്കിയേ, ഇതേതാണ് അക്ഷരം? ഇതേതാണ് അക്ഷരം? അടുത്ത അക്ഷരം നമുക്ക് എടുക്കാം. ഏതാണ്? റ അല്ലേ. ഇതെന്ത് ചെയ്തു? ചന്ദ്രക്കല എഴുതി. അപ്പൊ എന്തായി? റ ഇ. എന്താണ്? ഋ. കണ്ടോ? ഓക്കെ, ഋ. ഇനി പ ഇ. അപ്പൊ എന്താ വരിക? പ ഇ പ് എന്ന് പറഞ്ഞേ. പ്. കണ്ടോ? ഇതാണ് ടീച്ചർ നേരത്തെ പറഞ്ഞത്. ഇനി നോക്കിയേ, ചന്ദ്രക്കല. അപ്പൊ നമ്മള് ത്, പിന്നെന്താ? ഋ, പ് അല്ലെ. ഇത്രയും പഠിച്ചു. അടുത്തത് നോക്കിയേ, വാ. ഉണ്ടോ? എന്നിട്ട് എന്താ ചെയ്യാ? ഈ ചന്ദ്രക്കല നമ്മളിവിടെ എഴുതാണ് അല്ലെ. വാ ഇ. അപ്പൊ എങ്ങനെയത് പറയാ? വ് എന്ന് പറഞ്ഞേ. വ് പറഞ്ഞേ. വ്. ഓക്കെ. അപ്പൊ ഇവിടെ എഴുതാണ് ടീച്ചർ. എന്താണ്? വ്. അടുത്തത് ഏതക്ഷരാണ്? അടുത്തത് ഏതക്ഷരാണ്? ല അല്ലേ. ല ചന്ദ്രക്കല. അപ്പൊ ല ഇ എന്താവും? ല് എന്ന് പറഞ്ഞേ. ല് അല്ലേ. ല്. കിട്ടിയാ? ഓക്കെ. അടുത്തത് അപ്പൊ വ് ല്. അടുത്ത അക്ഷരം ഏതാണ്? ന അല്ലേ. ന. അത് നമ്മൾ ചന്ദ്രക്കല ചേർക്കുന്നു. ചന്ദ്രക്കല ചേർക്കുന്നു. അപ്പൊ എങ്ങനെ വരിക? ന്. ന ഇ ന്. പറഞ്ഞേ. ന ഇ ന്. കിട്ടിയ? ഓക്കെ. അടുത്തത് അപ്പൊ ഇവിടെ നമ്മൾ എഴുതാണ് ന്. കിട്ടിയില്ലേ? യെസ്. അടുത്തത് ഇതേതാണ് അക്ഷരം? ത. ത എടുക്കുന്നു. ചന്ദ്രക്കല ഉണ്ടാ. എന്ന് ശബ്ദം വരുന്ന ചിഹ്നം ചന്ദ്രക്കല എഴുതുന്നു. അപ്പൊ എന്താവും? ട ട് എന്ന് പറഞ്ഞേ. ട ട് കണ്ടാ. ട് പറഞ്ഞേ. ട് ട്. കിട്ടിയാ? യെസ്. അടുത്തത് ഏതാണ്? മാ ചന്ദ്രക്കല. അപ്പൊ എന്താണ്? മ് എന്ന് പറഞ്ഞേ. മ് പറഞ്ഞേ. മ്. കിട്ടിയാ? മ്. മാ അതായത് എന്നത് അതിന്റെ ഉച്ചാരണമാണ്, പ്രൊനൗൺസ് എന്താണ്. ഈ ചിഹ്നത്തിനെ പറയുന്ന പേര് ചന്ദ്രക്കല. എന്താണ്? ചന്ദ്രക്കല. കണ്ട ഷേപ്പ് കണ്ടോ? ചന്ദ്രക്കല അല്ലേ. അപ്പൊ മ് ഇവിടെ നമ്മൾ എഴുതാണ് മ്. ഓക്കെ. അടുത്തത് ജ. എന്താണ്? ജ. ജ എഴുതുന്നു. ചന്ദ്രക്കല എന്ന ചിഹ്നം. അപ്പൊ ജ എന്താണ്?
ജ് എന്ന് പറഞ്ഞേ. ജ് 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 പറഞ്ഞേ. ജ്. കിട്ടിയാ? യെസ്. അപ്പൊ നമ്മള് ഇവിടെ എഴുതാണ് ജ്. കണ്ടാ? ലാസ്റ്റത്തെ അക്ഷരം ന. എന്താണ്? ന. ചന്ദ്രക്കല. ന്. എന്താണ്? ന ന്. പറഞ്ഞേ. ന് ന്. ഉണ്ടാ? ന് ന് ന്. മേലേക്ക് പോകുന്ന രീതിയിൽ പറയണം. ന്. കണ്ട? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മള് ചേർക്കുക. ഇനി നോക്കിയേ. ഇനി ശ്രദ്ധിച്ചേ. നമുക്ക് ഈ ചന്ദ്രക്കല എന്ത് ചെയ്യാം? ഇതൊന്നും കൂടെ ഈ ഓരോ അക്ഷരങ്ങൾ ചേർത്ത് പറയാം. ത ത് റ റ് പ പ് വ വ് ല ല് ന ന് ട ട് മ മ ജ ജ് ന ന്. കണ്ടോ? കിട്ടിയോ? ഇനി ഒന്ന് രണ്ട് ഉദാഹരണം കൂടെ ടീച്ചർ പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. കിട്ടിയോ? ഓക്കെ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. അപ്പൊ കിട്ടും. ബാക്കി വരുന്ന ഉദാഹരണങ്ങൾ നമ്മൾ പിന്നെയുള്ള അക്ഷരങ്ങളും കൂടെ പഠിച്ചാലാണ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ പഠിക്കാത്ത അക്ഷരങ്ങൾ ചേർത്ത് ടീച്ചർ പഠിപ്പിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അപ്പൊ കുറച്ച് ഉദാഹരണം തരാം. ഒന്നോ രണ്ടോ ഉദാഹരണം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ വാക്ക്, ഈ ചന്ദ്രക്കല എന്ന് പ്രൊനൗൺസ് ചെയ്ത ചന്ദ്രക്കല എവിടെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഒരു ചിന്ത കിട്ടും. ഓക്കെ, ശ്രദ്ധിച്ചോട്ടാ. ഇതേതാണ്? ആ. എന്താണ്? ആ. ഓക്കെ. ഇതെന്താണ്? ട അല്ലേ? ട. ആ ട. നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ചന്ദ്രക്കല ഇടുകയാണ് അല്ലേ? അപ്പൊ എന്താ വരിക? ട് അല്ലേ? അപ്പൊ കൂട്ടി വായിക്കുമ്പോ ആ, അതവിടെ നിൽക്കട്ടെ. ട എന്താണ്? ട്. കിട്ടിയോ? ട്. അപ്പൊ കൂട്ടി വായിച്ചേ ഒരുമിച്ച് രണ്ടും കൂടെ. ആട്. എന്താണ്? ആട്. കിട്ടിയോ? ആട്. ആട് എന്ന് പറഞ്ഞാൽ എന്താ? ഗോട്ട് അല്ലേ? ആട്. മനസ്സിലായോ? ആട് എന്ന് പറഞ്ഞേ. ആട്. കിട്ടിയില്ലേ? വേറൊരു ഉദാഹരണം കൂടെ തരാം. അപ്പൊ കിട്ടും. ഇതേതാണ് അക്ഷരം? മ. ഇതെന്താണ്? ആ, മാ. ഓക്കെ. ഇതെന്താണ്? വ. ചന്ദ്രക്കല ചേർക്കുമ്പോ എന്തായി? വ്. എന്തായി? വ്. അപ്പൊ എന്താണിത്? മാ ആ മാ വ വ്. അപ്പൊ എങ്ങനെയത് പറയാ? കൂട്ടി വായിക്കുമ്പോ മാവ്. എന്താണ്? മാവ്. മാവ് എന്ന് പറഞ്ഞ മാംഗോ ട്രീ. മാവ്. മനസ്സിലായോ? മാംഗോ ട്രീ, മാവ്. കിട്ടിയോ? ഇപ്പൊ എങ്ങനെയാണ് ഈ ചന്ദ്രക്കല ഉപയോഗിച്ചൊരു വാക്ക് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായില്ലേ? കിട്ടിയില്ലേ? അപ്പോ ഇതേതാണ് ഈ ചിഹ്നം? എങ്ങനെയാണെന്ന് പറയുന്നത്? എങ്ങനെയത് പ്രൊനൗൺസ് ചെയ്യണേ? അല്ലേ? ത് റ് വ് പ് ല് ന് ട് മ് ജ് ന് അല്ലേ? ഇങ്ങനെയാണിത്. അങ്ങനെയാണിത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ഈ ചിഹ്നത്തിന്റെ പേരെന്താണെന്ന് പറഞ്ഞേ? ചന്ദ്രക്കല. എന്താണ്? ചന്ദ്രക്കല.
അതുപയോഗിച്ച് നമ്മൾ 2 വാക്ക് എക്സാമ്പിൾ പഠിച്ചു. ആട്, മാവ്. കിട്ടിയില്ലേ? ആട്, മാവ്. ഓക്കെ. അപ്പോ ഈ പഠിപ്പിച്ച ചിഹ്നം, അക്ഷരം, വാക്ക് എവിടെയെങ്കിലുമൊക്കെ ന്യൂസ് പേപ്പറിലോ സ്റ്റോറി ബുക്കിലോ എവിടെയെങ്കിലൊക്കെ ഉണ്ടോയെന്ന് നോക്കണം കേട്ടാ. അത് മാത്രം നോക്കിയിരിക്കണ്ട, ബാക്കിത്തെ വായിച്ച് വായിച്ച് പോവുക. അപ്പൊ ഇതൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ബാക്കി അക്ഷരങ്ങളും കിട്ടും, വാക്കുകൾ കിട്ടും, ഈ ചിഹ്നങ്ങൾ കൂടുതലായിട്ട് പഠിക്കാനും പറ്റും. ഓക്കെ. അപ്പൊ നന്ദി, ശുഭദിനം. അടുത്ത ക്ലാസ്സിൽ കാണാം.